എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. എന്റെ ജാനകി, നീ ഇങ്ങനെ പ്രശ്നാക്കാതെ. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? വില ദിനം പ്രതി കൂടുക. നിങ്ങളെ വർത്താനം കേട്ടാ തോന്നും ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാ സ്വർണത്തിന് വില കയറുന്നതെന്ന്. അല്ല പിന്നെ, നിങ്ങൾ കണ്ടോ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും കയ്യിലും കാലിലും ചെവിയിലും മൂക്കിലും കഴുത്തിലും നിറയെ സ്വർണ്ണ. അതിനിപ്പോ ഞാനെന്ത് വേണോ? ഇത് നല്ല കൂത്ത്. നീ പറയുന്നത് കേട്ടാ തോന്നുന്നു അവർക്ക് ഞാനാ സ്വർണം വാങ്ങി കൊടുക്കണെന്ന്. നിങ്ങൾ വെറുതെ അതും ഇതും പറഞ്ഞൊഴിയണ്ടാന്ന്. എന്റെ കഴുത്തിലുള്ള ഈ അരപ്പവന്റെ മാല മാറ്റി പകരം 1 പവന്റെ മാല വാങ്ങിത്തരാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനപ്പൊ എന്നെ കടിച്ചു കീറാൻ വരുന്നത്. എടി, പൈസ വേണ്ടേ? 1 പവന്റെ മാല എന്ന് പറഞ്ഞ രൂപ 25,000 ആയി. ഇവിടെ 5 പൈസ ഇല്ലാതെ കഷ്ടപ്പെടാ മനുഷ്യൻ. പിന്നെ ഒരു കഷ്ടപ്പാടുകാരൻ. നാട്ടിൽ നിങ്ങൾക്ക് മാത്രല്ലേ കഷ്ടപ്പാടുള്ളൂ? അല്ല പിന്നെ. അമ്മാ, സ്വർണം പുത്തനാക്കുന്ന സൂത്രം. അമ്മാ, മാല പുതുപുത്തൻ പോലെ വെട്ടിത്തിളങ്ങും. അതാരാ? അമ്മാ, നിറം പോയ സ്വർണ്ണാഭരണങ്ങൾ നിറം കൊടുക്കും 25 രൂപ മാത്രം. അത് കൊള്ളാം. തൽക്കാലം സൗകര്യം കിട്ടുമല്ലോ. ആവോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നിറമോ? വിശ്വാസം അതല്ലേ ആശ്വാസം. കണ്ടോ, പുതുപുത്തൻ പോലെ ഉണ്ട്. എന്താ ജാനകിയെ, എനക്ക് പുതിയ മാല വാങ്ങിയോ? പുതിയതല്ലേ ഗഫൂർക്ക, ഇത് പഴയ മാല തന്നെയാ. ഒരണ്ണാച്ചി വന്നിരുന്നേ, അവനൊരു വെള്ളത്തിൽ മുക്കി പുത്തനാക്കി തന്നതാ. വരാലെ, തട്ടിപ്പുകാർക്ക് പണം വെച്ചു കൊടുക്കുന്ന എന്നെ പോലുള്ള ദജ്ജാലുകളെ ആദ്യം ചവിട്ടണോ? എടോ, ഈ മാലയുള്ള സ്വർണം മുഴുവൻ ഓൻ കുപ്പിയിലാക്കി കൊണ്ടുപോയില്ലേ? ഇത് തട്ടിപ്പാണ്ടോ? കുപ്പിയിലാക്കിയ സ്വർണം തിരിച്ച് മാലയിൽ വരുത്താൻ പഠിച്ചോനെ വിളിച്ചിട്ട് കാര്യല്ല. എടോ, ഉപായം കൊണ്ട് ഓട്ടടിക്കാൻ നോക്കിയാൽ ഉള്ളതും കൂടി കുപ്പിയിലാവും. മനസ്സിലായോ?